പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, യൂറോപ്പിൽ വരുന്ന ഓരോരുത്തരും നമ്മൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്യും. ആ ജോലികളിൽ തന്നെ ഒന്ന് കമ്പനി ജോബ് ഉണ്ട്, പിന്നൊന്ന് ഏജൻസി ജോബുകളുണ്ട്. അപ്പം ഇവ രണ്ടും ചെയ്തിട്ട് ഈ രണ്ട് മേഖലയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ അതിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു ഇന്ത്യയിൽ നിന്നൊക്കെ നമ്മൾ ഈ സ്ലോവാക്യയിലേക്കോ അല്ലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ അൺസ്കിൽഡ് മേഖലകളിൽ നമുക്ക് രണ്ട് ടൈപ്പ് ജോലികൾ ചെയ്യാൻ സാധിക്കും. അത് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കമ്പനികൾ ഇൻവൈറ്റ് ചെയ്ത് കമ്പനികൾ കോൺട്രാക്ട് തന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നൊന്ന് ഏജൻസികൾ കോൺട്രാക്ട് തന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും. ഈ ഏജൻസികൾ കോൺട്രാക്ട് തരുന്നത് വളരെയധികം കുറവായിരിക്കും. കാരണം അവർക്ക് ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് വരുന്നവരൊക്കെ വലിയ കമ്പനികളായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് ഒക്കെ തരുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഞാനതുപോലെ PSA സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്ന കമ്പനിയുടെ കോൺട്രാക്റ്റിലാണ് സ്ലോവാക്യയിലേക്ക് വന്നത്. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളുണ്ട്, അല്ലാതെ ഏജൻസി തരുന്ന കോൺട്രാക്റ്റുകളുണ്ട്. അല്ലാതെ പിന്നെ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ കമ്പനിയുടെ കോൺട്രാക്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കോൺട്രാക്റ്റിലേക്ക് മാറും. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉദ്ദേശിച്ചായിരിക്കും മാറുന്നത്. അങ്ങനെ ഞാനും മാറി. അപ്പം ഈ രണ്ടു മേഖലയിലും വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ഗുണവും ദോഷവും ആണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. തന്നെ എനിക്ക് കിട്ടിയ കോൺട്രാക്റ്റിൽ ഇവിടെയുള്ള ഒരു വലിയ കമ്പനിയാണ് കോൺട്രാക്ട് തന്നത്. ആ ഒരു കോൺട്രാക്ട് വെച്ചാണ് എംബസി സബ്മിറ്റ് ചെയ്തതും കാര്യങ്ങളും അവർ തന്നെ ഇന്റർവ്യൂ ചെയ്ത് നമുക്ക് കോൺട്രാക്ട് തന്ന് എംബസി സബ്മിഷനൊക്കെ കഴിഞ്ഞ് വിസയൊക്കെ കെട്ടി ഇവിടെ വന്നു. ഇവിടെ വന്ന് നമ്മളൊരു നീണ്ട ഒരു വർഷത്തോളം ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അപ്പം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി നമുക്ക് ജോലി തരുമ്പോൾ നമുക്കൊരു ജോബ് സെക്യൂർ ആയിരിക്കും. പിന്നെ അത് ലോങ് ടേം ആയിരിക്കും. ആദ്യത്തെ നമ്മുടെ ഒരു 3 മാസത്തെ പ്രൊവേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലോങ് പീരീഡ് ജോലി ചെയ്യാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ കമ്പനി ജോബുകൾ കോൺട്രാക്റ്റുകൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോങ് ടൈമിലേക്ക് നിൽക്കാവുന്ന സ്ഥിതിയുണ്ട് കമ്പനി ജോലികൾക്ക്. പിന്നെ ജോലി വളരെ സെക്യൂർ ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ലീവുകൾ കിട്ടും. പിന്നെ ഒരു വർഷത്തിലെ 30 ദിവസം അല്ലെ 28 ദിവസം അല്ലെ 20 ദിവസം ഒക്കെ ഒരു കോൺട്രാക്ട് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്രയും നാൾ നമുക്ക് സാലറിയോടുകൂടെ തന്നെ അവധി ലഭിക്കും. പിന്നെ ഈ പറയുന്ന ശനി ഞായർ അവധി എന്നൊക്കെ പറയുന്നത് അത് കമ്പനി എടുക്കുന്ന നിയമം അതേപടി പാലിച്ചായിരിക്കും പോകുന്നത്. അല്ലെ നമ്മൾ ഇത്ര മണിക്കൂർ വർക്ക് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് പാലിച്ചു പോകുന്ന രീതിയാണ് ഈ കമ്പനി ജോലികൾക്കുള്ളത്. പിന്നെ കമ്പനി ജോലികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ്, പിന്നെ ടാക്സ് ഡിഡക്ഷന് ഇതെല്ലാം വളരെ കൃത്യമായിരിക്കും. നമ്മൾക്ക് പറയുന്ന സാലറിയുടെ അനുസരിച്ച് കൃത്യമായി ഡിഡക്ഷൻസ് നടക്കും. ഹെൽത്ത് പരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലോ എന്ത് ആവശ്യത്തിനാണേലും കൃത്യമായിട്ടുള്ള കാര്യങ്ങള് നിയമപ്രകാരം കറക്റ്റ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കും. അതിനകത്ത് ഒരു അല്പം പോലും വിട്ടുവീഴ്ചകൾ ഇങ്ങനെ വരുന്ന മെയിൻ സ്ട്രീം കമ്പനികൾ ചെയ്യത്തില്ല. അപ്പം അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ബെനിഫിറ്റ്. പിന്നെ ഈ ടാക്സ് കട്ടിങ് നല്ലൊരു രീതി കാണുമെങ്കിലും 19% ഒക്കെയാണ് ടാക്സ് കട്ടിങ് വരുന്നത്. അത് പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. എന്നാലും ആ രാജ്യത്തെ പറയുന്ന നിയമം കറക്റ്റായിട്ട് അനുസരിച്ച് നമ്മുടെ സാലറി അനുസരിച്ച് അവർ ബേസിക് സാലറി ഒന്നും കുറച്ച് കാണിക്കത്തില്ല. അപ്പൊ അതിനനുസരിച്ച് നല്ലൊരു തുക നമ്മുടെ ടാക്സ് കോൺട്രിബ്യൂഷൻ പോകുമെങ്കിലും നമുക്ക് വർഷാവസാനം നമുക്കത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു നല്ലൊരു തുകയായിട്ട് നമ്മുടെ കൈ കാണും. എന്നാൽ ഈ ഏജൻസി ജോബിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സാലറി കുറച്ച് കാണിക്കും. എന്നിട്ട് ബേസിക് സാലറി കുറച്ച് കാണിക്കുമ്പോൾ അതിന് കുറച്ച് ടാക്സ് അടച്ചാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു മാർജിന് ഇവരുടെ കമ്മീഷൻ പോലെ അവരെടുക്കുകയും ചെയ്യും. നമുക്ക് നോക്കുമ്പം വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് ചിലപ്പോൾ പൈസ കിട്ടിയെന്നിരിക്കും. എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ പൈസ കിട്ടിയിരിക്കും. പക്ഷെ നമുക്ക് പിന്നീട് ഒരു ടാക്സ് റിട്ടേൺ ഒക്കെ സമർപ്പിക്കുമ്പോൾ നമുക്ക് വലിയ തുകകളൊന്നും കിട്ടത്തൊന്നുമില്ല. അതുപോലെ തന്നെ ജോലിയും സെക്യൂർ ആയിരിക്കുകയില്ല. ഇപ്പൊ നമുക്ക് അവിടെ ഒരു പ്രൊഡക്ഷൻ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോളോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആ കമ്പനിയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണേലും നമ്മളെ മാറ്റി നിർത്താൻ പറ്റും. എന്നാൽ നമ്മുടെ കമ്പനി ജോബുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു മാസമോ 2 മാസമോ ഒക്കെ എന്തെങ്കിലും കാരണത്താൽ പ്രൊഡക്ഷൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മളെ അവർ നിലനിർത്തിക്കൊണ്ട് സാലറി തരാനായി അവർ ശ്രമിക്കത്തുള്ളൂ. എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ കീഴിൽ വരുമ്പോൾ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി വളരെ കുറവായിരിക്കും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞു വിടാം. കാരണം അവർക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനി ഈ ഏജൻസിയോട് പറയും ഞങ്ങൾക്ക് ആളെ വേണ്ടാന്ന് പറയും. അപ്പൊ ഈ ഏജൻസിക്ക് പുതിയൊരു ജോലി ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവര് നമ്മളോട് പറയും ജോലി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടും. ഈസി ആയിട്ട് പറ്റുമെന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തരുന്ന അക്കോമഡേഷൻ ആണ്.
കമ്പനി ജോബുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് പറയുന്ന നിയമം അനുസരിച്ച് കൃത്യമായ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി നമുക്ക് കിട്ടും. അത് നമുക്ക് വളരെയധികം പ്രയോജനമായിരിക്കും. എന്നാലൊരു ഏജൻസിയുടെ ഒക്കെ അടുത്തുനിന്നാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഇതൊന്നും കിട്ടത്തില്ല. അവർ മാക്സിമം നമുക്ക് എത്രയും സൗകര്യം കുറച്ച് തന്നിട്ട് അവർക്ക് കിട്ടുന്ന അവരായിരിക്കും നമ്മളെ റെന്റുകളൊക്കെ ചിലപ്പം അടയ്ക്കുന്നത്. നമ്മുടെ സാലറിയിൽ അത് പ്രതിഫലിച്ച് കാണിക്കാതെ തന്നെ അവർ ഇന്റേണൽ ആയിട്ട് ആ മൊത്തത്തിൽ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു അപ്പാർട്ട്മെന്റോ എടുത്തിട്ട് അതിന്റെ പേ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മളെ എത്രത്തോളം അവർക്ക് ആളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അതിനനുസരിച്ച് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത് കാരണം അവര് നമുക്ക് മാക്സിമം സൗകര്യം കുറച്ചായിരിക്കും തരുന്നത്. എനിക്ക് അക്കോമഡേഷൻ നല്ലത് ലഭിച്ചിട്ടുള്ളത് കമ്പനി ജോബിൽ നിന്നാണ്. ഏജൻസി ജോബിൽ വളരെയധികം മോശം അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഒരിക്കലും കമ്പനിയോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കമ്പനി ഡയറക്റ്റ് ആയിട്ട് നമ്മളെ നിയമിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ കംപ്ലൈന്റ് ചെയ്യേണ്ടത് ഏജൻസിയിലായിരിക്കും. അതൊരിക്കലും ഒരു നല്ലൊരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തേർഡ് പാർട്ടി അപ്പോഴും നമ്മളെ ഇടയ്ക്ക് വരുന്നുണ്ട്. നമുക്കൊരു കമ്പനിയായിട്ടൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വരുന്നത് ഈ ഡയറക്റ്റ് ജോബിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് കിട്ടുന്ന ജോലിയാണ്. അപ്പം എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചൊരു ഫീൽഡിലെ ഒരു ജോലിയായിരുന്നു എനിക്ക് ഓഫർ ചെയ്തത് ഏജൻസി. പക്ഷെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള ജോലിയൊന്നും അല്ല അവിടെ കിട്ടിയത്. നമുക്ക് അവർ തന്നിരിക്കുന്ന പേപ്പറിൽ തന്നിരിക്കുന്നത് ജോലി അല്ല. ആ ജോലിയാണ് എനിക്ക് എൻ്റെ പ്രൊഫഷനായിട്ടുള്ള ജോലി അതായിരുന്നു. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പം അങ്ങനെ ഇതൊന്നും പാലിക്കപ്പെടത്തില്ല. പക്ഷെ ഒരു കമ്പനി നമുക്കൊരു കോൺട്രാക്ട് തന്നു കഴിഞ്ഞാൽ ആ ഒരു പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമുക്കൊരു അവധിക്ക് ഒരു 10-20 ദിവസം 30 ദിവസത്തേനോ അല്ല അവധിക്ക് വല്ലതും നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏജൻസി ജോബുകളിൽ നിന്ന് നമുക്കൊരിക്കലും ഒരു പെയ്ഡ് ലീവ് ഒന്നും കിട്ടത്തില്ല. അവര് ജസ്റ്റ് അവർ ലീവ് അനുവദിച്ചു തരും. കാരണം നമ്മൾ കമ്പനിയുമായിട്ട് ഡയറക്റ്റ് കോൺട്രാക്ട് അല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാൻ പവർ സപ്ലയർ മാത്രമാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എത്ര ദിവസം മുതലാണ്, അവരപ്പം കമ്പനിയോട് പറയും ഇത്രയും ദിവസം ഇന്ന ആൾ അബ്സെന്റ് ആയിരിക്കും എന്നുള്ളത് പറയും. അവർക്ക് വേറൊരാളെ അവർ ആ സമയത്തിന് കൊടുക്കും, നമ്മളോട് പറയും പൊക്കോളം പറയും. അപ്പൊ നമുക്ക് ആ സമയത്തിന് ഉള്ള സാലറി തരത്തില്ല. നമ്മൾ പോയാൽ കിട്ടും, പോയില്ലേ കിട്ടത്തില്ല എന്നുള്ള രീതിയാണ് ഒരു ഏജൻസി ജോബിന്റെ പ്രത്യേകത. അപ്പം ഇതിൽ തന്നെ നാട്ടിൽ നിന്ന് ചിലരൊക്കെ ഏജൻസി ജോബുകളിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ഏജൻസി നമ്മൾ ഇത് തരുന്നു, കോൺട്രാക്ട് തരുന്ന കേസുകളും എനിക്ക് ഇതേപോലെ മെസ്സേജ് അയച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഇങ്ങനെ ഒരു കമ്പനിയിലേക്കല്ല വന്ന ഏജൻസിയിലേക്കാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ വന്നാലും ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ചില ഏജൻസികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കൊടുക്കും. ഇവർക്ക് പൈസ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ബേസിക് സാലറി ഒക്കെ കുറച്ച് കാണിച്ചിട്ട് അപ്പൊ ടാക്സ് അവർക്ക് കുറച്ച് അടച്ചാൽ മതി. നമുക്കപ്പോൾ സാലറിയിൽ വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല. കമ്പനി ജോബ് ഇതിന്നും വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല. പക്ഷെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ പൈസ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇവർ ആ ടാക്സ് കുറച്ച പൈസ അവർ അവരുടേതായ സർവീസ് ചാർജ് എന്ന നിലയ്ക്ക് അതിലേക്ക് പോകും. എത്രത്തോളം എംപ്ലോയീസ് ഇവരുടെ കീഴിലുണ്ടോ അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും. ഇവർ പല കമ്പനികളുമായിട്ട് ഇതുപോലെ മാൻ പവർ സപ്ലൈ അഗ്രിമെന്റ് വെച്ചിട്ട് അവര് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവര് നമ്മളെ 1 മാസത്തോളോ 2 മാസത്തോളോ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അടുത്തൊരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ അവരേക്ക് വിടുക. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് സാലറി ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഒരു കമ്പനി ജോബിൽ നിങ്ങൾ എന്തെങ്കിലും അവരുടെ ഒരു പ്രൊഡക്ഷൻ ഷോർട്ടേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അവർ ആ ഒരു എംപ്ലോയിയെ 60%, 70% ഒക്കെ സാലറി തന്നുകൊണ്ട് അവധി തന്നിട്ട് നമുക്ക് തിരിച്ച് ആ ജോലിയിലേക്ക് തന്നെ കയറാൻ പറ്റും. അപ്പം ഇതാണ് ഒരു കമ്പനി ജോബിന്റെയും ഒരു ഏജൻസി ജോബിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും. ഏജൻസി ജോബിന് ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലീവ് പോകാം. ഇപ്പൊ ഒരു 2 മാസത്തേനൊക്കെ ലീവ് വേണമെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകുമോ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് സാലറി കിട്ടത്തില്ല. അവർക്ക് ഒരു നഷ്ടമില്ല. കാരണം നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴും അവർക്ക് വേറെ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെ അങ്ങോട്ട് കയറ്റുകയും ചെയ്യും. ഇതാണ് ഏജൻസി ജോബിന്റെ ഒരു ബെനിഫിറ്റ്. എൻ്റെ കാര്യത്തിൽ ഞാൻ ഏജൻസി ജോബിലേക്ക് മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സെയിം പ്രൊഫഷനുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞതിനാൽ. പിന്നെ ഒന്ന് കമ്പനി ജോബിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനെ മാറണമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയായിരുന്നു. പക്ഷെ അത് നമുക്ക് ഫിനാൻഷ്യലി നോക്കിയാലും നമ്മുടെ ജോബ് സെക്യൂരിറ്റി നോക്കിയാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ നമുക്കൊരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പം അത് നല്ലൊരു തീരുമാനമല്ല. അപ്പം ഈ 2 ടൈപ്പ് ജോലികളും ചെയ്തു. പിന്നെ ഈ 2 ടൈപ്പിലും പെടാത്ത നമ്മൾ കറക്റ്റായിട്ട് ഒരു കോൺട്രാക്ട് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ജോലികളുണ്ട്. നമുക്കൊരു വേസ്റ്റ് സിനാരിയോ ആണ്. നമുക്കിപ്പം യാതൊരുവിധ ജോലികളും ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ജോലി ടെർമിനേഷൻ ആയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ അല്ലാത്ത ജോലിയും അങ്ങനെ ഒരു ഈ ഏജൻസി അല്ലാത്ത ഒരു ജോലി ചെയ്തു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കമ്പനി നമ്മൾക്ക് വർക്ക് ചെയ്യാം, നമ്മളൊരു പാർട്ട് ടൈം പോലെ വർക്ക് ചെയ്യാം. കാരണം അവർ നമുക്ക് കറക്റ്റായിട്ട് മണിക്കൂറിന് ഇത്ര 5 യൂറോ അല്ലെ 4 യൂറോ 5 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് തരും. അത് നമ്മൾ ചെയ്യുന്ന മണിക്കൂറിന് മാത്രം പൈസ തരും. അവർ പറയുന്ന അത്രയും സമയം അവർ പറയുന്ന ഷിഫ്റ്റ് നമ്മൾ വരിക, വർക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരുവിധ കോൺട്രാക്റ്റും അവിടെ വരുന്നില്ല. ജസ്റ്റ് നമ്മുടെ പേര് അവിടെ രജിസ്റ്ററിൽ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു ആനുകൂല്യമോ ഒന്നും കാണുകയില്ല. അപ്പൊ നമുക്ക് അവർക്ക് TRC കാർഡ് പോലും അവരുടെ രീതിയിലാക്കത്തില്ല. പക്ഷേ ഈ കറക്റ്റായിട്ട് നടത്തുന്ന ഏജൻസികൾ നമുക്ക് TRC കാർഡും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരും. അത് അവർക്ക് പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് തരുമൊക്കെ ചെയ്തു. ഏജൻസിയുടെ ഗുണം അങ്ങനെ ഗുണമുണ്ട്, അതുപോലെ തന്നെ ദോഷമുണ്ട്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്കുള്ള ബെനിഫിറ്റുകൾ തീരെ കുറവായിരിക്കും. പിന്നെ അവധി ആനുകൂല്യങ്ങളും കുറവായിരിക്കും. ടാക്സ് റിട്ടേൺ ആനുകൂല്യങ്ങളും കുറവായിരിക്കും. പിന്നെ ജോലി നല്ലൊരു ജോലി ആയിരിക്കില്ല. പക്കാ ഒരു സാലറി സർട്ടിഫിക്കറ്റ് പോലും ചിലപ്പോൾ കിട്ടത്തില്ല. ഞാൻ ചെയ്തിരുന്ന ഏജൻസികളിൽ കറക്റ്റായിട്ടൊരു സാലറി സ്ലിപ്പ് പോലും ഇല്ല. മറ്റേത് നമുക്കൊരു ബാങ്കിലൊക്കെ സമർപ്പിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇതാണ് അങ്ങനെ ഒന്നും കാണത്തില്ല. ജസ്റ്റ് ഒരു സ്ലിപ്പ് പോലെ എന്നതൊക്കെയാണ് ഡിഡക്ഷൻ എന്ന് മാത്രം കാണിച്ചുകൊണ്ട് ചെറിയൊരു സ്ലിപ്പ്, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണുകയില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഏജൻസി ജോബ് ഒട്ടും നല്ലതായിട്ട് തോന്നുന്നില്ല. കമ്പനി ജോബ് തന്നെയാണ് നല്ലത്. ലോങ് ടൈം ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ കമ്പനി ജോബിലാണ് ഉള്ളത്. എന്നാലും ജോലി പ്രയാസമായി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഏജൻസി ജോബാണ് ഇച്ചിരി നന്നായിട്ട് തോന്നിയത്. മറ്റേത് അല്പം പ്രയാസമായിരുന്നു. 2 ജോലിയും ചെയ്തതിൽ നിന്ന് ഞാൻ പറയുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു ജോബ് സെക്യൂരിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് എപ്പോഴും ഒരു കമ്പനി ജോബ് തന്നെയാണ് നല്ലത്.